ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ സിനിമകളുടെ ഇന്നലെ ഒക്ടോബർ 27 തിങ്കളാഴ്ച ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ സിനിമ ഈ ഒക്ടോബർ 31 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര തന്നെയാണ്. ചിത്രം 61 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 2,15,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 121,77,00,000 രൂപയാണ് 61 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായി 301,70,00,000 രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഓംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഋഷാബ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത കാന്താര ചാപ്റ്റർ 1 27 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം 26 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 18,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 26 ദിവസം കൊണ്ട് 54,69,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. 26 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 817 കോടി രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. മൊഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചാപ്റ്ററായ തമ്മ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 8 ദിവസമാണ് പിന്നിടുന്നത്. 7 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,15,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 ദിവസം കൊണ്ട് 33 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായി 129,50,00,000 രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. പ്രദീപ് രംഗനാഥൻ, മമത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ദീപാവലി റിലീസായി ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് നല്ല കളക്ഷനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഡ്യൂഡ്. ഈ സിനിമ 11 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 10,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 3,90,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 106 കോടി റേഞ്ചിലാണ് നിൽക്കുന്നത്. ദീപാവലി റിലീസായി ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബൈസൺ കാലമാടൻ. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 2ാമത്തെ തിങ്കളാഴ്ചയും 11 ദിവസം കൂടിയ ഇന്നലെ കേരളത്തിൽ 6,75,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,21,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ 55 കോടി രൂപയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിട്ടുമുണ്ട്. രത്തീന പി.ടി സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെ മലയാള സിനിമയാണ് പാതിരാത്രി. സൗബിൻ ഷാഹർ, നവ്യ നായർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ 11 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 11 ദിവസം കൊണ്ട് 2,28,00,000 രൂപയാണ് കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 2,85,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഷറഫുദ്ദീൻ നായകനായി നവാഗതനായ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഈ സിനിമ 12 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 8,85,00,000 രൂപയാണ് 12 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. മാത്യു തോമസ് നായകനെ നൗഫൽ അബ്ദുള്ള എഡിറ്റിംഗ്, സംവിധാനം എന്നിവ നിർവഹിച്ച് ഒക്ടോബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമ 4 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 26,50,000 രൂപയാണ്. 2,32,00,000 രൂപ ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ 3.5-4 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഷെയ്ൻ നഗർ നായകനെ ഉണ്ണി ശിവലിംഗം തിരക്കഥ സംവിധാനിച്ച് സെപ്റ്റംബർ 26 തിയേറ്ററിലെത്തിയ ബൾട്ടി എന്ന സിനിമ 32 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 1,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9,25,00,000 രൂപയാണ് ഈ സിനിമ 32 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 13,20,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.